ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് വിടാമുയർച്ച കണ്ടു. മകിഴ്ത്തിരിമേനിയുടെ തല അജിത്തിൻ്റെ വിടാമുയർച്ചി. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് അനിരുദ്ധ് ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടില്ല. സാധാരണ അനിരുദ്ധ് സിനിമകൾക്ക് പോസ്റ്റ് ഇടാറുണ്ട് തലേ ദിവസം തന്നെ, പുള്ളിക്കാരൻ മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നലെ പോസ്റ്റൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം പല ആൾക്കാർക്കും ഏതാണ്ടൊക്കെ ചില ധാരണകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഇതിൻ്റെ ടീസർ പുറത്തു വന്ന സമയത്ത് തന്നെ നമ്മളെ ഇംഗ്ലീഷിലെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നൊരു മൂവിയായിട്ട് ഭയങ്കര സിമിലാരിറ്റി തോന്നി. അവസാനം യൂണിവേഴ്സൽ പിക്ചേഴ്സ് അങ്ങ് തൂക്കി ഒരു 150 കോടിയെ നഷ്ടപരിഹാരം ചോദിച്ചോളൂ. പിന്നെ അവസാനം കൈയും കാലുമൊക്കെ പിടിച്ചൊരു 11 കോടിക്ക് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തു എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്തയിൽ വായിച്ചറിഞ്ഞത്. എനിവേ, തല അജിത്ത് സ്ഥിരം ക്ലീശകളിൽ നിന്നൊക്കെ വിട്ട് സ്വന്തം രീതികളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു സാധാരണ ഗ്രൗണ്ടഡ് നടനായിട്ട് അഭിനയിക്കാൻ തീരുമാനിച്ച സിനിമയാണ് വിടാമുയർച്ചി. ആ സിനിമയിൽ കാണാറുണ്ട്, പ്രത്യേകിച്ചും അജിത്തിൻ്റെ ഒരു സ്റ്റൈലിഷ് സീനുകളോ അല്ലെങ്കിൽ അജിത്തിൻ്റെ ഒരു മാസീവ് സീനുകളോ ഒന്നും കാണിക്കുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനെ അയാളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവനും കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു വികാരം തോന്നണം. അവിടെയാണ് സിനിമയെ പ്രധാനമായിട്ട് ബാധിക്കുന്നൊരു കാര്യം ഇരിക്കുന്നത്. കാരണം തുടക്കം തൊട്ട് കഥയിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയാണ്. പിന്നെ കുറച്ച് റൊമാൻസാണ്. റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗംഭീര ക്രിഞ്ചടിപ്പിക്കുന്ന, നല്ല മനോഹരമായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടു പഴകിയ അതേ സീനുകൾ റിപ്പീറ്റഡായിട്ട് ഷൂട്ട് ചെയ്ത് അവിടെ അജിത്തും തൃശയും ഇരുന്ന് ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത നല്ല ക്രിഞ്ച് സാധനം. വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പ്രണയം പൈങ്കിളിയാണ്, നമ്മൾ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും പ്രണയിക്കുന്നതൊക്കെ ഭയങ്കര പൈങ്കിളി സ്റ്റൈലിൽ തന്നെയാണ്. അതുകൊണ്ട് ഇവിടുത്തെ പൈങ്കിളി ഞാനങ്ങ് വിട്ടു. പക്ഷേ അതിനെ സെറ്റ് ചെയ്യുന്നൊരു സ്റ്റൈലുണ്ടായിരുന്നു. പക്ഷേ അതിവിടെ വർക്കായില്ല. റൊമാൻസ് തേഞ്ഞൊട്ടി. പിന്നെ അജിത്തിന് അങ്ങ് വയ്യ. പുള്ളിക്കാരന് എന്താണോ എന്തോ അങ്ങ് ക്ഷീണവും പനിയ തലവേദനയൊക്കെ ഉണ്ട്. അങ്ങ് മൊത്തത്തിൽ അത് കാണാറുണ്ട്. പടം മൊത്തത്തിൽ നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് തൃഷ പുള്ളിക്കാരിയെ എന്തിനാണ് സിനിമയിലോട്ട് വിളിച്ചതെന്ന് എനിക്കറിയാൻ വയ്യ. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കാറിലിരിക്കണം, അവസാനത്തൊരു 2-3 മിനിറ്റ് ഒന്ന് കരയണം. പിന്നെ നായികയെന്ന് വിളിക്കണമല്ലോ. പിന്നെ ഒരു പാട്ട് സീനും കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ടോട്ടലി തലയുടെ വിളയാട്ടം എന്ന് പറയുന്ന കണക്ക് തല അങ്ങോട്ട് കാർ ഓടിക്കുന്നു, തല ഇങ്ങോട്ട് കാർ ഓടിക്കുന്നു, തല അങ്ങോട്ട് ഇറങ്ങുന്നു, തല ഇങ്ങോട്ട് ഇറങ്ങുന്നു, തല നടക്കുന്നു, തല വരുന്നു, തല പോകുന്നു, തല വരുന്നു. ഇതിനിടയിൽ അർജുൻ വന്ന് ചിരിക്കുന്നു, അർജുൻ വന്ന് കരയുന്നു, പിന്നെ റെജിന കസാൻഡ്ര എന്തൊക്കെയോ കാണിക്കുന്നു. ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സ്. ഓഡിയൻസുമായിട്ട് യാതൊരുവിധ കണക്ഷനും കഥയ്ക്ക് കിട്ടുന്നില്ല. ഒരു തരത്തിലും ഓഡിയൻസുമായിട്ടൊരു കണക്റ്റ് കിട്ടാതെ, ഒരു ഇമോഷണൽ ഫീൽ ഇല്ലാതെ, ചുമ്മാ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിങ്, ഒരു സുഖവും കിട്ടാതെ ഇൻ്റർവെല്ലിന് അടുപ്പിച്ച് കുറേ സമയമാകുമ്പോഴത്തേക്ക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്നത്. ഓൾറെഡി ഇത് ബ്രേക്ക് ഡൗണിൻ്റെ ആ ഒരു സാധനമാണെന്ന് പുറത്ത് വന്നതോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ബ്രേക്ക് ഡൗൺ ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ട്. സോ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഈ സിനിമ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് നിന്ന് കിട്ടുന്ന ക്ലൂവും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് തന്നെ ഏകദേശം സിനിമയുടെ എല്ലാ പ്ലോട്ടുകളും അവർക്ക് കിട്ടി. പിന്നെ ഈ സിനിമയ്ക്കകത്ത് ഇവർ ഈ ട്വിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഏകദേശം അതേപോലുള്ള കുറേ കാര്യങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സിൻസിയർലി നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ സിനിമയിൽ അവർ ഉദ്ദേശിക്കുന്ന ട്വിസ്റ്റ് എന്ന് പറയുന്നത് തുടക്കം തൊട്ടേ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. കാര്യം പോസ്റ്റർ കണ്ടവർക്കും ഇതിനകത്ത് ടീസർ കണ്ടവർക്കും ഒക്കെ മനസ്സിലാവുന്ന സിംപ്ലിഫൈഡ് സാധനങ്ങളാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇത് വെച്ചുകൊണ്ടൊരു ഓഡിയൻസിനെ എങ്ങനെ പിടിച്ചിരുത്താൻ പറ്റും? അല്ലെന്നുണ്ടെങ്കിൽ അതിനും വേണ്ടിയുള്ള കോണ്ടൻറ്റ് അതിനകത്ത് ഉണ്ടാവണം. ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കോണ്ടൻറ്റ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ആളിനെ അന്വേഷിച്ച് പോകുന്ന കഥകൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതും ഇത് റൈറ്റ് ട്രാക്ക്, ഇത് അത് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്താ പറയുക, ഓഡിയൻസിനോടൊരു നീതി പുലർത്താത്ത സ്റ്റോറി ടെല്ലിങ് അത് ഭയങ്കര വിഷമായിപ്പോയി. കാരണം 2-2.5 മണിക്കൂർ ഈ വെട്ടിയിട്ട ബായത്തണ്ട് പോലെ നമ്മളെ സീറ്റിനകത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് വല്ലാത്തൊരു ദുരവസ്ഥയാണ് കേട്ടോ, ഉള്ള പറയാമല്ലോ. പിന്നെ അനിരുദ്ധിൻ്റെ പാട്ടകൊട്ടും മ്യൂസിക്കും അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ ബോറടിക്കാതെ പിടിച്ചിരുത്താൻ പറ്റി. കാരണം പിന്നെ തലയുടെ സ്വാഗൊന്നും ഇല്ലാത്തൊരു പടമാണെന്ന് ഓൾറെഡി പറഞ്ഞു. എന്നിരുന്നാൽ പോലും അങ്ങേരെ ഒരു ഇത്തിരിയെങ്കിലും സ്റ്റൈലിഷായിട്ട് കാണിക്കുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്ന? ഒരു കാര്യമില്ലാതെ ചുമ്മാ ഒരു 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 രീതിയിൽ അങ്ങ് ചെയ്തു വെച്ചു എന്നുള്ളതിനപ്പുറത്തോട്ട് വേറൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ സിനിമാറ്റോഗ്രാഫി, അതിൻ്റെയൊക്കെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ ഗംഭീരമായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. സിനിമാറ്റോഗ്രാഫി അടിപൊളിയാണ്. കുറേ വൈഡ് ഫ്രെയിംസും അതും ഇതുമൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ്. പിന്നെ സ്റ്റൺസ് അത്യാവശ്യം എല്ലാം നല്ല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു കാർ ഫൈറ്റ് ഉണ്ട്, അത് ഗംഭീര സാധനമാക്കായിരുന്നു. അതൊരു അളവ് വരേക്കും ഓക്കെ എന്നുള്ളതിനപ്പുറത്തോട്ട്
ആ ഫൈറ്റിൻ്റെ തന്നെ അവസാന ഭാഗം ആകുമ്പോഴത്തേക്കും മറ്റേ ടൈം ലാപ്സ് ഒക്കെ വെച്ച് ചെയ്യുന്ന പോലെ ഒരു സാധനമൊക്കെ ആക്കി അങ്ങ് എങ്ങനെയെങ്കിലും അങ്ങ് തീർന്നാൽ മതി എന്നുള്ളൊരു തോന്നൽ ചെയ്തു വെച്ചതുപോലെയാണ് പല സീൻസും കണ്ടപ്പോൾ മനസ്സിലായത്. പിന്നെ കുറേ സീൻസിൽ നമുക്ക് ഒട്ടും ലോജിക്കില്ലാത്ത ഒരു കാര്യവും ഇല്ലാത്ത കുറേ സാധനങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. ആ സംഭവങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇങ്ങനെ ബോറടിക്കുന്നത്, എന്തുവാണ് ഇവർ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോകുന്ന കുറേ സാധനങ്ങൾ. സിനിമാറ്റോഗ്രാഫിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒഴിച്ച് നിർത്തിയാൽ പിന്നെ പെർഫോമൻസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അജിത്ത് പുള്ളിക്ക് ചെയ്യാനുള്ളത് പുള്ളി ഏറ്റ കാര്യം പുള്ളി വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പുള്ളിക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല, അതാണ് സത്യം. റെജിന കസാൻഡ്ര അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറാണ്. പിന്നെ ജോക്കർ തമിഴിലേക്ക് ഒന്ന് ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഹാർലി ക്വിൻ പുള്ളിക്കാരിയും ജോക്കറായിട്ട് നമ്മുടെ അർജുൻ സർജയെ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവർ രണ്ടുപേരും ഹാർലി ക്വിന്നും ജോക്കറുമായിട്ട് അങ്ങ് നടിച്ച് തിമിർത്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് അവർ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഈ ജോക്കറിൻ്റെ സെയിം പ്ലോട്ട് അവർ രണ്ടുപേരെയും എടുത്തങ്ങ് വെച്ചിട്ടുണ്ട്. അതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയ കാര്യം, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ആരവ് ചുമ്മാ മസിലും പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുന്ന അല്ലാതെ ആരവനൊന്നും ചെയ്യാല്ല. ഒരു വാഴപ്പിണ്ടി ക്യാരക്ടർ, ഒരു വാഴപ്പിണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര വാഴപ്പിണ്ടി. മസിലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലാതെ ഒരു പ്ണാക്കും ചെയ്യാല്ല അയാൾക്ക്. പിന്നെ ആരാണ് ഇത്തരം ക്യാരക്ടേഴ്സേ ഉള്ളൂ. പിന്നെ കുറേ അസർബൈജാനി ആക്ടേഴ്സിനെ ആണെന്ന് തോന്നുന്നു, അവർ ഈ സിനിമയിൽ പ്രധാന പാർട്ടായിട്ടുണ്ട്. അവരെല്ലാം അവരുടെ ലാംഗ്വേജിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളതും. പിന്നെ സാധാരണ തമിഴ് സിനിമകളിൽ റഷ്യയിൽ നടന്നാലും അമേരിക്കയിൽ നടന്നാലും ഇവിടുത്തെ കഥാപാത്രങ്ങൾ തമിഴിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ഗിമ്മിക്ക് കാണിച്ചിട്ടുള്ളൊരു പരിപാടി ഇവിടെ കാണിച്ചിട്ടില്ല. പ്യുവർലി അവരുടെ ലാംഗ്വേജിൽ തന്നെ സംസാരിക്കുന്നു. താഴെ സബ്ബായിട്ട് തമിഴ് കൊടുത്തിരുന്നു. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട്ടെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഓഡിയൻസിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് കണക്റ്റ് ആവും. പിന്നെ അതും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ അസർബൈജാനി പറയുന്നു, പിന്നെ ഇംഗ്ലീഷിൽ ചെറുതായിട്ട് അവർ തന്നെ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പലയിടങ്ങളിലും വരുമ്പോഴത്തേക്ക് ഭയങ്കര ലാഗ് ഫീൽ ചെയ്യിപ്പിച്ചു. കഥയിൽ പോവാതെ ഇങ്ങനെ ചുമ്മാ അവിടെ തന്നെ നിന്നിടത്ത് നിന്ന് കറങ്ങുന്ന ഒരു ഐറ്റമായിട്ട് ഫീൽ ചെയ്തു. അത്യാവശ്യം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പോസിറ്റീവ്സ് കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് മഴത്തിരുമേനയുടെ മേക്കിങ് കൊള്ളാം എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഒരു തരത്തിലും കണക്റ്റ് ആവാതെ പോയ ഒരു അജിത്ത് സിനിമയാണ് എനിക്ക് വിടാമുയർച്ചി. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്, സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തണം. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം കണ്ട് തീർന്നപ്പോഴത്തേക്ക് നമ്മളൊരു പരുവായി എന്നുവെച്ചാൽ അങ്ങ് മടുത്ത് ആ ഒരു എത്തി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് എടുക്കുന്ന റേറ്റിംഗ് 2.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. കൂടുതലൊന്നും പറയില്ല. പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും